ആത്മബന്ധു. രാത്രിയുടെ നിശബ്ദത നമ്മളെ സ്വീകരിക്കുന്നതിന് മുൻപ് അല്പം സംസാരിക്കട്ടെ. ഈ രാത്രിയുടെ സ്വസ്ഥതയെക്കുറിച്ച്, ഈ രാത്രിയുടെ പൂർണ്ണതയെക്കുറിച്ച്. നിദ്ര നമ്മളെ സാവധാനം സ്വീകരിക്കുകയാണ്. നമ്മളെ ഒന്ന് നോക്കൂ. കണ്ണുകളടച്ച് അവനവനെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഈ ദിവസം എത്രയോ ദൂരം നടക്കാൻ ശക്തി നൽകിയ കാലുകളെ, ആ കാലുകൾക്ക് ഒരു നന്ദി പറഞ്ഞൂടെ? എത്രയോ ജോലികൾ ചെയ്തു, ആ കൈകൾക്ക് ഒരു നന്ദി പറഞ്ഞൂടെ? ശരീരം അതിങ്ങനെ ജീവിച്ചിരിക്കുന്നതിന്, ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നതിന് ഒരു നന്ദി പറഞ്ഞുകൂടെ? ഉറക്കം ഇപ്പോഴിങ്ങെത്തും. മെല്ലെ മെല്ലെ മന്ദഗതിയിൽ ശ്വസിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ മുഴുവൻ ആയാസങ്ങളെയും പ്രയാസങ്ങളെയും നമ്മൾ വിട്ടുകളയുകയല്ലേ? ഓരോ തവണ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുത്ത് സുദീർഘമായ ശ്വാസം പുറത്തേക്ക് വിടണം. അകത്തേക്കെടുക്കുന്ന ശ്വാസം 1, 2, 3, 4 എന്നിങ്ങനെ 4 സെക്കൻഡുകളിൽ നീണ്ടു നിൽക്കുമെങ്കിൽ പുറത്തേക്കുള്ള ശ്വാസം 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ 6 സെക്കൻഡുകൾ നീണ്ടു നിൽക്കണം. എണ്ണിക്കൊണ്ട് തന്നെ ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. ഈ ദിവസത്തെ നമുക്ക് ഇവിടെ നിർത്താം. ഇനി അങ്ങോട്ട് ഉറക്കത്തിലേക്ക് ഈ ദിവസത്തെ കൊണ്ടുപോകേണ്ടതില്ല. ഈ ദിവസം ഒരുപക്ഷെ നല്ലതായിരുന്നിരിക്കാം. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ സന്തോഷത്തെ സ്വീകരിക്കുക. പക്ഷേ ദിവസം ഇവിടെ നിൽക്കട്ടെ. രാത്രിയിലേക്ക് കിടക്കാം. ഈ ദിവസം അത്ര നല്ലതല്ല എന്ന് കരുതിക്കോളൂ. വേദനിച്ചിട്ടുണ്ടാവാം, വിഷമിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിലും ദിവസം ഇവിടെ നിൽക്കട്ടെ. ആ വേദനകളെ ഒന്നും ഉറക്കത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. എത്ര കലുഷിതമാണ് ദിവസം, എന്നാലും നമ്മൾ പൂർത്തിയാക്കിയല്ലോ ഈ ദിവസത്തെ. അതൊരു വലിയ നേട്ടമല്ലേ? ഇന്ന് നമ്മൾ കേട്ട സംഭാഷണങ്ങൾ, ഇന്ന് നമ്മൾ അറിഞ്ഞ വസ്തുക്കൾ, ഇതൊന്നും നാളെ ഉണ്ടാവില്ല. ഇന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു. ആ ഒരു നിമിഷവും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. നാളെ ഉണ്ടാകുന്നതൊക്കെ പുതുതായുള്ളതാണ്. പിന്നെ എന്തിന് നഷ്ടപ്പെട്ടു പോയൊരു നിമിഷത്തെക്കുറിച്ച് വെറുതെ ചിന്തിക്കണം? ഈ ദിവസം അവസാനിക്കട്ടെ. ഇന്ന് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടോ? സാരില്ല. പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയാൻ പറ്റാതെ പോയോ? സാരമില്ല. ഇന്ന് നമ്മൾ വളരെ ദുർബലരായി പോകുന്ന പോലെ ചില നിമിഷങ്ങളുണ്ടായോ? സാരമില്ല. മനുഷ്യരല്ലേ. ഇന്നിവിടെ കഴിയട്ടെ. ഈ രാത്രി ഉറങ്ങൂ. നാളെ രാവിലെ വിട്ടുപോയതും നഷ്ടപ്പെട്ടു പോയതുമെല്ലാം തിരിച്ചു പിടിക്കാം. ശക്തരാകാം. വിജയിക്കുന്നവരാകാം. തെറ്റിപ്പോയ വാക്കുകളൊക്കെ തിരുത്താം. അവസരമുണ്ട്. ഉറങ്ങാം. എൻ്റെ അപൂർണതയ്ക്ക് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു എന്ന് പറയാം. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കുന്നു. പൂർത്തിയാകാത്ത ജോലികളുണ്ടാകാം, പൂർത്തിയാകാത്ത ചിന്തകളുണ്ടാകാം, പൂർത്തിയാകാത്ത സ്വപ്നങ്ങളുണ്ടാകാം. പക്ഷേ ഈ രാത്രി ഇതൊന്നും പൂർത്തീകരിക്കാനുള്ളതല്ല, ഉറങ്ങാനുള്ളതാണ്. നാളെയുണ്ടല്ലോ ഒരു ദിവസം. ആ ദിവസത്തിലേക്ക് പൂർത്തീകരണങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഈ ഭൂമി പോലും തന്നെ പുതുതായി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയിലേക്ക് ഇറങ്ങി വരുന്നത്, ഇരുട്ടിലേക്ക്. സാവകാശം, സാവകാശം. സുരക്ഷിതമായിരിക്കുന്ന നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, പേശികളെ ഒക്കെ ഒന്ന് ആലോചിക്കാം.
ഈ ദിവസം അതിജീവിച്ചു എന്നതിൽ സമാധാനിക്കുക. ഒരു ചെറിയ പുഞ്ചിരി മുഖത്തേക്ക് കൊണ്ടുവരിക. അവനവനോട് തന്നെ പറയാ, നിന്നെ ഞാൻ എത്ര ആത്മാർത്ഥമായി, എത്ര ആഴത്തിൽ സ്നേഹിക്കുന്നു. ഒരു സമുദ്രം രാത്രിയിൽ നിശബ്ദമാകുന്നത് പോലെ ചിന്തകളെയെല്ലാം മെല്ലെ മെല്ലെ നിശബ്ദമാക്കുക. എല്ലാം പൂർണ്ണമാകണമെന്ന് വാശി പിടിക്കാതിരിക്കുക. പെർഫെക്റ്റായി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് പരബ്രഹ്മമാണ്. നമ്മളെല്ലാം അപൂർണം തന്നെയാണ്. പക്ഷേ ആ അപൂർണമായിരിക്കുന്നതിലാണ് ജീവനുള്ളത്, ജീവിതമുള്ളത്. സമർപ്പിക്കുക നമ്മളെ തന്നെ പൂർണ്ണമായും, വിശ്വാസത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി നമ്മളെ തന്നെ ഈ രാത്രിക്ക് സമർപ്പിക്കുക. ഇതാ രാത്രി ക്ഷണിക്കുന്നു. ഇരുട്ട് നമ്മളെ വിളിക്കുന്നു. കണ്ണുകൾ മെല്ലെ അടച്ച് ഈ ജന്മമെന്ന അനുഗ്രഹത്തെ അറിഞ്ഞ് ആ പ്രപഞ്ചമാതാവിൻ്റെ മടിയിൽ മെല്ലെ മെല്ലെ ഉറക്കത്തിനായി ശ്രദ്ധിക്കുക. ഞാനെന്ന മഹാനുഗ്രഹത്തെ, ഞാനെന്ന സത്യത്തെ, ഞാനെന്ന ഈ നിമിഷത്തെ അനുഭവിക്കുക. ദീർഘമായ ശ്വാസമുള്ളിലേക്ക്. ഓരോ ശ്വാസവും ഓരോ കോശങ്ങളെയും സമാധാനിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത് അറിയുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഒരു ദിവസത്തിൻ്റെ മുഴുവൻ ആകുലതകളാണെന്നറിയുക. ഇപ്പോൾ ഞാൻ സ്വസ്ഥമാണ്, സ്വസ്ഥമായി ഉറങ്ങാൻ പോവുകയാണ്. ആത്മബന്ധു, ശുഭരാത്രി.